1.5 HP കംപ്രസർ മോട്ടർ ഫുള്ള് പാർട്സായിട്ട് പൊളിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന് മുൻപ് ഒരു മോണോ കംപ്രസറിൻ്റെ വൈൻഡിങ്ങിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണുക. ഇതിൽ വൈൻഡിങ് ഉൾപ്പെടുത്തുന്നില്ല, ഇതിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വൈൻഡിങ് കത്തിപ്പോയതാണ്, ഇതിൻ്റെ റീവൈൻഡ് ചെയ്യാനുള്ളതാണ്. പക്ഷേ റീവൈൻഡിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. ഇതിന് മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വൈൻഡിങ് മോണോ കംപ്രസർ മോട്ടറാണ്, അത് വൈൻഡിങ് അതിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കാണുക. അപ്പോൾ അതുപോലെ ഇതിന് മുൻപ് ഒരു ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ മോട്ടറിൻ്റെ ഫുൾ വൈൻഡിങ് 3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സിയുടെ സർവീസിനെ കുറിച്ചും 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ കാണാത്തവർ അത് കാണുക. മിക്കവാറും എല്ലാ കംപ്രസർ മോട്ടറുകളിലും 2 കപ്പാസിറ്റർ ഉണ്ടാകും. ഒരെണ്ണം സ്റ്റാർട്ടിങ്ങും ഒരെണ്ണം റണ്ണിങ്ങും. അതുപോലെ തന്നെ ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പിലും 2 കപ്പാസിറ്റർ ഉണ്ടാകും. അതിലും ഇതുപോലെ സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ എന്നും റണ്ണിങ് കപ്പാസിറ്റർ എന്നും 2 കപ്പാസിറ്റർ ഉണ്ടാകും. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് കപ്പാസിറ്ററിൻ്റെ ഉപയോഗം മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ടിങ് സമയത്ത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ സഹായത്തോടുകൂടെ സ്റ്റാർട്ടിങ് ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് മോട്ടർ റണ്ണായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടിങ് കപ്പാസിറ്ററിൻ്റെ ഉപയോഗമില്ല. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ വൈൻഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനും പാടില്ല. കണക്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് വരാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ് കത്തിപ്പോവാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. റണ്ണിങ് കപ്പാസിറ്റർ റൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ സഹായത്തോടെ മോട്ടർ റണ്ണാവുന്നതിന് സഹായിക്കാനാണ് റണ്ണിങ് കപ്പാസിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മോട്ടർ സ്റ്റാർട്ടായതിനു ശേഷം സ്റ്റാർട്ടിങ് കപ്പാസിറ്ററും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും തമ്മിലുള്ള ബന്ധം കട്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് മോട്ടർ റണ്ണായതിനു ശേഷം സ്വിച്ച് ഓപ്പൺ ആവാതിരുന്നാലും പ്രശ്നമാണ്. അതുപോലെ തന്നെ മോട്ടർ സ്റ്റാർട്ടാവുന്നതിന് മുമ്പ്, റണ്ണായി തുടങ്ങുന്നതിന് മുൻപ് ഇതിൻ്റെ കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് ഈ സ്വിച്ച് ക്ലോസ് ആവാതിരുന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ സ്വിച്ച് ക്ലോസ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ മോട്ടർ സ്റ്റാർട്ടാവത്തില്ല. ഇപ്പോൾ റണ്ണിങ് കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ലോഡ് കുറവാണെങ്കിൽ സ്റ്റാർട്ടാവും, പക്ഷേ ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേ അവസ്ഥയിൽ മോട്ടറിൻ്റെ സ്വിച്ച് ഓണാണെങ്കിൽ മോട്ടറിൻ്റെ വൈൻഡിങ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മോട്ടർ സ്റ്റാർട്ടായതിന് ശേഷം ഒരു മിനിമം RPM എത്തിയ ഉടൻ തന്നെ ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ആവണം. ഓപ്പൺ ആയില്ലെങ്കിലും വൈൻഡിങ് കത്തിപ്പോകാനോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് വരാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നോർമലി ക്ലോസ്ഡും റണ്ണിങ്ങിൽ ഓപ്പണും ആവും. അപ്പോൾ അതാണ് ഈ സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഇതിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിന് സീരീസ് ആയിട്ടാണ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. ഈ മോട്ടറിൽ വൈൻഡിങ് കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം ഇതിൻ്റെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് സ്റ്റാർട്ടിങ് കപ്പാസിറ്ററിൻ്റെ സപ്പോർട്ട് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് കിട്ടത്തില്ല. അങ്ങനെ ഈ മോട്ടർ സ്റ്റാർട്ടാവാതിരുന്നിട്ടാണ് ഇതിൻ്റെ വൈൻഡിങ് കത്തിപ്പോയത്. അപ്പോൾ ഇനി ഇതിൻ്റെ വൈൻഡിങ് കഴിഞ്ഞതിന് ശേഷം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് ഇവിടെ മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബെൽറ്റ് കംപ്രസറിൽ സാധാരണ വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റുകൾ, ഇതിൻ്റെ കംപ്രസർ സൈഡ് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ബെയറിംഗ് പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ മോട്ടർ കറങ്ങാതിരിക്കാം. അപ്പോൾ അങ്ങനെ മോട്ടർ കറങ്ങാതിരുന്നാലും ഇതിൻ്റെ വൈൻഡിങ് കത്തിപ്പോവാം. പിന്നെ അതിൻ്റെ ബെൽറ്റ് ലൂസാവും. അപ്പോൾ ബെൽറ്റ് ലൂസായി കഴിഞ്ഞാൽ മോട്ടർ കറങ്ങുന്നത് പോലെ തോന്നും, പക്ഷേ വെള്ളം എടുക്കത്തില്ല. അപ്പോൾ ഇതിനുള്ള കാരണം മോട്ടറിൻ്റെ അതേ കറക്കം, അതേ സ്പീഡ് ബെൽറ്റ് സ്ലിപ്പാവുന്നതുകൊണ്ട്, ബെൽറ്റ് ലൂസായിട്ട് സ്ലിപ്പായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കംപ്രസർ സൈഡിൽ മോട്ടറിൻ്റെ അതേ സ്പീഡ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മോട്ടർ കറങ്ങുന്നത് പോലെ തോന്നിയാലും വെള്ളം എടുക്കാത്തത്. പിന്നെ ബെൽറ്റ് വേറെ പ്രശ്നമൊന്നുമില്ല, മോട്ടറും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാത്തൊരു സിറ്റുവേഷൻ വരും. അത് ഒന്ന്, ഇതിൻ്റെ ബ്ലൈഡ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഈ കംപ്രസറിനുള്ളിൽ 2 ബ്ലൈഡുണ്ട്. ഒരു സക്ഷൻ സൈഡും ഡെലിവറി സൈഡും വരുന്ന വാൽവുകളാണത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ബ്ലൈഡ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ബ്ലൈഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, തേയ്മാനം വന്നു പോയി കഴിഞ്ഞാൽ വെള്ളം എടുക്കാതിരിക്കും. അപ്പോൾ അത് എയർ കറക്റ്റായിട്ട് നിൽക്കാതെ വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അരേഞ്ച് പൈപ്പ്, കിണറ്റിനുള്ളിലേക്ക് എയർ പോകുന്ന പൈപ്പ് എവിടെയെങ്കിലും ലീക്ക് വന്നാലും വെള്ളം എടുക്കാതിരിക്കും. ഇതിപ്പോൾ ബെൽറ്റ് കംപ്രസറായാലും മോണോ കംപ്രസറായാലും വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റുകളാണ് ഈ ബ്ലൈഡ് കംപ്ലൈൻറ്റ് വരുന്നതും ഈ എയർ ലീക്ക് ആവുന്നതും. അപ്പോൾ എയർ അല്പമെങ്കിലും ലീക്ക് വന്നാൽ ചിലപ്പോൾ വെള്ളം എടുക്കാതിരിക്കും.
അപ്പോൾ ഇതിൽ ബ്ലൈഡ് മാറ്റുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ അവസരം കിട്ടുന്നതനുസരിച്ച് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ കോൺടാക്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ക്ലച്ച്. അപ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് വരികയോ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്താലും ഇതിൻ്റെ കോൺടാക്റ്റ് കറക്റ്റായിട്ട് സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ കോൺടാക്റ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുപോലെ മോട്ടറിലെ ബെയറിംഗ് പോയിട്ടുണ്ടെങ്കിൽ അതും മാറ്റണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള വീഡിയോകൾ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.